ലോകഭൂപടം മാറ്റിമറിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ നമുക്ക് ഡൊണാൾഡ് ട്രംപിനോട് ചോദിക്കാം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരേയൊരു പേര് ഗ്രീൻലൻഡിന്റെയാണ്. ഡവോസിലെ വേൾഡ് എക്കണോമിക് ഫോറത്തിൽ ട്രംപ് നടത്തിയ ആ പ്രസംഗത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ. ഗ്രീൻലൻഡ് എനിക്ക് വേണം, പക്ഷേ ഞാൻ ബലം പ്രയോഗിക്കില്ല എന്നാണ് ട്രംപ് പറയുന്നത്. എന്നാൽ ഇതിനിടയിൽ ഇതാ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഒരു കിടിലൻ എൻട്രി ഉണ്ടായിട്ടുണ്ട്. ട്രംപ് ഗ്രീൻലൻഡ് എടുക്കുന്നതൊന്നും ഞങ്ങളുടെ വിഷയമല്ല എന്നാണ് പുടിൻ പറയുന്നത്. പക്ഷെ അവിടെയും ട്വിസ്റ്റ് ഉണ്ട്. 19-ാം നൂറ്റാണ്ടിൽ റഷ്യ അലാസ്കയെ അമേരിക്കയ്ക്ക് വിറ്റ കാര്യം അദ്ദേഹം ലോകത്തെ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു. എന്താണ് ഈ ഗ്രീൻലൻഡ് പ്രേമത്തിന് പിന്നിലെ രഹസ്യം? പുടിന്റെ മറുപടിയിൽ ഒളിഞ്ഞിരിക്കുന്ന തന്ത്രം എന്താണ്? നമുക്ക് നോക്കാം. ഡാവോസിൽ ട്രംപ് പറഞ്ഞത് കേട്ടാൽ തോന്നും ഗ്രീൻലൻഡ് ട്രംപിന്റെ തറവാട് സ്വത്താണെന്ന്. ഗ്രീൻലൻഡ് എന്ന ആ വലിയ മഞ്ഞുപാളി ഞാൻ ബലം പ്രയോഗിച്ച് പിടിച്ചെടുക്കില്ല എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷെ ഡെൻമാർക്ക് അമേരിക്കയുടെ നന്ദികേട് കാണിക്കുന്നു എന്നാണ് ട്രംപിന്റെ പക്ഷം. രണ്ടാം ലോക മഹായുദ്ധത്തിൽ അവരെ സഹായിച്ചത് അമേരിക്കയാണെന്നും അതിന്റെ നന്ദിയായിട്ട് ഗ്രീൻലൻഡ് ഞങ്ങൾക്ക് നൽകണമെന്നുമാണ് അദ്ദേഹത്തിന്റെ വാദം. ട്രംപ് പറയുന്നു, അമേരിക്കയ്ക്കല്ലാതെ ഈ ലോകത്തെ മറ്റൊരു രാജ്യത്തിനും ഗ്രീൻലൻഡിന് സുരക്ഷ നൽകാൻ കഴിയില്ല എന്ന്. തന്നില്ലെങ്കിൽ റഷ്യയോ അല്ലെങ്കിൽ ചൈനയോ അത് കൊണ്ടുപോകുമെന്ന് ഒരു പേടിയും ട്രംപിനുണ്ട് എന്ന്. ഇനി ഇത്രയും കോളിളക്കമുണ്ടായ സ്ഥിതിക്ക് പുടിൻ മിണ്ടാതിരിക്കില്ലല്ലോ. റഷ്യൻ സെക്യൂരിറ്റി കൗൺസിൽ യോഗത്തിൽ പുടിൻ ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ട്. ട്രംപിന്റെ ആഗ്രഹം ഞങ്ങളുടെ തലവേദനയല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ അലാസ്കയുടെ കാര്യം അദ്ദേഹം എടുത്തു പറഞ്ഞു. നമുക്കറിയാം, 1867 റഷ്യ വെറും $7.2 മില്യൺ അലാസ്കയെ അമേരിക്കയ്ക്ക് വിറ്റത്. അന്നത്തെ ആ ചീപ്പ് ഡീല് ഇന്നും റഷ്യയ്ക്കൊരു വേദനയാണ്. പുടിൻ ഇപ്പോൾ പറയുന്നത് ഗ്രീൻലൻഡിന്റെ ഇന്നത്തെ മൂല്യം ഏകദേശം $200 മുതൽ $250 മില്യൺ വരെ വരുമെന്നാണ്. ഡെൻമാർക്ക് ഗ്രീൻലൻഡിനെ ഒരു കോളനി ആയിട്ടുമാണ് കണ്ടിരുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. എന്തുകൊണ്ടാണ് പുടിൻ അലാസ്കയെ ഇതിലേക്ക് വലിച്ചിഴച്ചത്? സംശയിക്കേണ്ട, അതൊരു പരോക്ഷമായ താക്കീതാണ്. ഒരിക്കൽ അലാസ്ക വെച്ചതുപോലെ റഷ്യ ഇനി ഒന്നും വിൽക്കാൻ പോകുന്നില്ല എന്നും ആർട്ടിക് മേഖലയിൽ റഷ്യയുടെ സ്വാധീനം കുറയ്ക്കാൻ ആരെയും അനുവദിക്കില്ല എന്നുമാണ് പുടിൻ വ്യക്തമാക്കുന്നത്. ട്രംപ് തന്റെ ബോർഡ് ഓഫ് പീസ് എന്ന പുതിയ പദ്ധതിയിലേക്ക് പുടിനെ ക്ഷണിച്ചിട്ടുണ്ട്. ഗ്രീൻലൻഡ് വിഷയത്തിൽ ഒരു സമാധാനപരമായ പരിഹാരം ഉണ്ടാക്കാൻ റഷ്യയുടെ പിന്തുണ ട്രംപ് ആഗ്രഹിക്കുന്നുണ്ടാകാം. പക്ഷെ പുടിൻ ഇപ്പോഴും വെയിറ്റ് ആൻഡ് വാച്ച് മോഡിലാണ്. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവും ഇതിലിടപെട്ടിട്ടുണ്ട്. ഗ്രീൻലൻഡ് ഡെൻമാർക്കിന്റെ ഒരു സ്വാഭാവിക ഭാഗമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കോളനി ഭരണത്തിന്റെ ബാക്കി പത്രമാണ് ഇതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ലാവ്റോവിന്റെ അഭിപ്രായത്തിൽ ഗ്രീൻലൻഡ് ഒരു കൊളോണിയൽ പ്രദേശമാണ്. അമേരിക്കയും റഷ്യയും ആർട്ടിക്കിൽ സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഗ്രീൻലൻഡിനെ ആരുടെയും കുത്തകയാക്കാൻ സമ്മതിക്കില്ല എന്ന സൂചനയാണ് റഷ്യ നൽകുന്നത്. അമേരിക്ക അവിടെ താവളം ഉറപ്പിക്കുന്നത് റഷ്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് അവർ ഭയപ്പെടുന്നു. അതായത് ട്രംപിന്റെയും ഡെൻമാർക്കിന്റെയും ഇടയിൽ ഒരു വിള്ളൽ വീഴ്ത്താൻ റഷ്യ ശ്രമിക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. സത്യത്തിൽ അമേരിക്കയും ഡെൻമാർക്കും തമ്മിലുള്ള ഈ വടംവലിയിൽ റഷ്യ ഇവിടെയും ആ വെയിറ്റ് ആൻഡ് വാച്ച് പോളിസി തന്നെയാണ് സ്വീകരിക്കുന്നത്. ഈ ഒരു തർക്കം കാരണം നേറ്റോ സഖ്യകക്ഷികൾക്കിടയിൽ ഭിന്നത ഉണ്ടാകുന്നത് റഷ്യയ്ക്ക് ഗുണകരവുമാണ്. താൻ ഗ്രീൻലൻഡ് വാങ്ങാൻ പോകുന്നത് റഷ്യയുടെയും ചൈനയുടെയും ഭീഷണി തടയാനാണ് എന്നാണ് ട്രംപ് വാദിക്കുന്നത്. എന്നാൽ ഇത് പാശ്ചാത്യ രാജ്യങ്ങളുടെ വെറും ഭാവനയാണ് എന്നാണ് റഷ്യ പരിഹസിക്കുന്നത്. തങ്ങൾക്ക് ഗ്രീൻലൻഡ് പിടിച്ചെടുക്കാൻ ഒരു പ്ലാനും ഇല്ലെന്ന് ലാവ്റോവ് വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിലും ആർട്ടിക് മേഖലയിൽ റഷ്യ തങ്ങളുടെ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നുണ്ടെന്നത് ഒരു വസ്തുതയാണ്. ഡെൻമാർക്ക് പറയുന്നത് ഗ്രീൻലൻഡ് ഇസ് നോട്ട് ഫോർ സെയിൽ എന്നാണ്. എന്നാൽ ട്രംപ് പിന്മാറാൻ ഭാവമില്ല. 2026 വിഷയം വീണ്ടും ചൂടുപിടിക്കുമ്പോൾ ഇത് വെറും വാക്കുകളിൽ ഒതുങ്ങുമോ അതോ ശരിക്കും ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് ഡീലായി മാറുമോ എന്ന് നമുക്ക് കണ്ടറിയണം. ഇതിനിടയിൽ പുടിൻ പറഞ്ഞ ആ അലാസ്കയുടെ ഓർമ്മപ്പെടുത്തൽ അമേരിക്കയ്ക്കുള്ള ഒരു ചെറിയ വാർണിംഗ് കൂടിയാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഗ്രീൻലൻഡ് വിശേഷങ്ങൾ. അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഒരു വശത്ത് ട്രംപിന്റെ റിയൽ എസ്റ്റേറ്റ് ബുദ്ധിയും ആധിപത്യ മോഹവും, മറുവശത്ത് പുടിന്റെ ചരിത്രം കലർത്തിയുള്ള ഒളിയമ്പുകളും. ഗ്രീൻലൻഡ് വെറും ഒരു മഞ്ഞുപാളിയല്ല, മറിച്ച് ആധുനിക ലോകത്തെ ഏറ്റവും വലിയ നയതന്ത്ര പോരാട്ടത്തിന്റെ വേദിയാണ്. അമേരിക്ക ഗ്രീൻലൻഡ് സ്വന്തമാക്കുമോ അതോ റഷ്യയും ചൈനയും ചേർന്ന് ഇതിനെ തടയുമോ? ഡെൻമാർക്കിന്റെ അവസ്ഥ എന്താകും? കാത്തിരുന്ന് തന്നെ കാണണം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.